എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഇന്നേ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 39-ാം വാക്യം. അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു, കുരുടന് കുരുടനെ വഴി കാട്ടുവാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? നമ്മുടെ കർത്താവ് പല രോഗികളെ സൗഖ്യമാക്കിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ സൗഖ്യമാക്കിയിട്ടുള്ളത് കുരുടന്മാരെയാണ്, അഥവാ അന്ധന്മാരെയാണ്. അന്ധത പല വിധത്തിൽ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഈ ലോകത്തിലെ ദൈവം അവരുടെ മനസ്സ് കുരുടാക്കി എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് കാണേണ്ടത് കാണാൻ കഴിയാതെ വന്നു, ഹൃദയം കൊണ്ട് ഗ്രഹിക്കേണ്ടത് ഗ്രഹിപ്പാൻ കഴിയാതെ അവരുടെ മനസ്സിനെ കുരുടാക്കി. ലവോദിക്യ സഭയോട് നമ്മുടെ കർത്താവ് ദൂത് പറയുമ്പോൾ ആ സഭയുടെ കുറവുകളെ കുറിച്ച് പറയുന്നത്, നീ കുരുടനാണ്. അവരാരും കണ്ണില്ലാത്തവരല്ല, കണ്ണുള്ളവരാണെങ്കിലും കാണേണ്ടത് കാണാൻ കഴിയാതെ അവർ കുരുടന്മാരായി പോയതുകൊണ്ടാണ്. ഇവിടെ കർത്താവ് ഉപമയായി പറഞ്ഞൊരു കാര്യമായിട്ടാണ് നാം വായിക്കുന്നത്. കുരുടനെ വഴി കാട്ടുവാൻ കഴിയുമോ? അങ്ങനെ വഴി കാട്ടിയാൽ സംഭവിക്കുന്ന എന്താണ്? ഇരുവരും കുഴിയിൽ വീഴും. അപ്പോൾ കുരുടനെ വഴി കാട്ടുന്നത് കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ്. ന്യായമായ ഒരു കുരുടനെ ഒരു വ്യക്തി വഴി കാട്ടിയാൽ കുഴിയിൽ വീഴാതെ അല്ലെങ്കിൽ കല്ലിൽ തട്ടിപ്പോകാതെ ശ്രദ്ധിച്ചാണ് വഴി നടത്തേണ്ടത്. എന്നാൽ കുരുടനെ വഴി കാട്ടിയാൽ ഇരുവർക്കും സംഭവിക്കുന്നത് കുഴിയിൽ വീഴുക, കെണിയിലകപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞൊരു ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. കർത്താവ് യഹൂദ റബ്ബിമാരും പരീശന്മാരും ശാസ്ത്രിമാരുമായ ആളുകൾ പലത് പറയുന്നുണ്ട്, പക്ഷേ കുഴിയിലേക്ക് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കടലും കരയും താണ്ടി ഒരുവനെ മഹത്വത്തിൽ ചേർത്തിട്ട് നിങ്ങളെക്കാൾ അവനെ ഇരട്ടി നരകയോഗ്യനാക്കുന്നു. അപ്പോൾ വളരെ ബന്ധപ്പാട് സഹിച്ച് അവര് ആളുകളെ ചേർക്കുന്നുണ്ട്, പക്ഷെ അവരെക്കാൾ നരയോഗ്യനാക്കി തീർക്കുക. അപ്പോൾ കുരുടൻ ഒരിക്കലും കുരുടനെ വഴി കാട്ടാൻ സാധ്യമല്ല. എന്നാൽ കുരുടനെ രക്ഷിക്കണമെങ്കിൽ കുരുടില്ലാത്ത അന്ധതയില്ലാത്തൊരു വ്യക്തി അവനെ വഴി കാണിക്കണം. കർത്താവ് പറയുന്നത്, നിങ്ങൾ വഴി കാണിക്കാൻ കഴിവുള്ളവരാണെന്ന് പറഞ്ഞിട്ട് വഴി കാണിക്കാൻ മുൻപോട്ട് വന്നിട്ട് വഴി കാണിക്കാമെന്ന് പറഞ്ഞ് അവരെ ഉപദേശിച്ചിട്ട് അവരും നിങ്ങളുടെ കുഴിയിലോട്ട് വീഴുകയാണ് എന്ന് പറഞ്ഞാൽ അവരെ പോലെ നിങ്ങളും അന്ധരായി പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവരെ നേരായ പാതയിലേക്ക് നയിക്കാൻ കഴിയാത്ത വ്യക്തി അവരെ പോലെ അന്ധതയിലകപ്പെട്ടു പോവുകയാണ്. ഇവിടെ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, അതുകൊണ്ടല്ലേ കർത്താവിനെ കുറിച്ച് ആളുകൾ പറഞ്ഞത്, അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ സംസാരിക്കുന്നത്. കർത്താവിന് അധികാരമുണ്ട്, ആ അധികാരത്തോടെയാണ് അവൻ സംസാരിക്കുന്നത്. കർത്താവ് ആരെയും കുഴിയിലേക്ക് നയിച്ചിട്ടില്ല, കർത്താവ് തെറ്റായ പാതയിലേക്ക് ആരെയും നയിച്ചിട്ടില്ല. എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിരുന്ന് ധൈര്യമായി പ്രസ്താവിച്ചതാണ് കർത്താവ്. ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് പഠിപ്പിച്ചവൻ കർത്താവ്. അങ്ങനെയെങ്കിൽ നാം മറ്റൊരു വ്യക്തിയെ കുഴിയിൽ അകപ്പെടത്തക്കവണ്ണം വഴി കാണിക്കുന്നവരായിട്ടല്ല, മറിച്ച് അവർ തെറ്റായ മാർഗത്തിൽ പോകാതെ വണ്ണം വെളിച്ചത്തിലേക്ക് അവരെ നയിക്കുന്നവരായിരിക്കാം. കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.